കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 30 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെന്ന നിലയ്ക്ക് നമ്മളൊക്കെ പഠിച്ച് അനുദിനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതമല്ല എല്ലാമല്ല. ഈ ലോക ജീവിതത്തെക്കാൾ സുന്ദരമായൊരു ജീവിതം മരണാനന്തരം നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തോടെ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലെങ്കിൽ ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളൊരു പരാജയമായിരിക്കും. ഭൂമിയിൽ പലതും നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം, പലതിനെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു സോളമൻ ദൈവത്തിന് ബലിയർപ്പിച്ച് ദൈവത്തെ സ്നേഹിച്ച് അതിൻ്റെ ചിലവൊന്നും നോക്കാതെ കണ്ട് ദൈവത്തെ ആരാധിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതകാലത്ത് ഇത്രയും നമ്മൾ ചെയ്യുമെന്നറിയത്തില്ല. സോളമൻ ഒറ്റ പ്രാവശ്യം ചെയ്തത്. സോളമൻ ഒരു ബലിയർപ്പണത്തിന് 20,000 കാളുകളെയും 1,20,000 ആടുകളെയും കൊന്നതിൻ്റെ രക്തമൊഴുക്കും ഒരു ബലിയർപ്പണത്തിൽ. എന്ന് പറഞ്ഞാൽ സോളമൻ അതൊന്നും ഒരു ചിലവായിട്ട് കണ്ടില്ല. എൻ്റെ ദൈവം എന്നെ രാജാവാക്കിയ എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുന്ന എൻ്റെ ബലി. ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ദൈവം വർഷിച്ച അനുഗ്രഹങ്ങൾ അത് കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് ബലിയർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനും നമുക്ക് സാധിക്കണം. ഈ സോളമൻ്റെ അടുത്ത് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, ഞാൻ നിനക്ക് തരും. നമ്മളോട് എങ്ങാനും അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക? സോളമൻ എന്ത് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു. സോളമൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. മറ്റു കാര്യങ്ങളുടെ കൂടെ പോലും ഇത് ചോദിക്കാറില്ല പലരും. എനിക്ക് ജ്ഞാനവും വിവേകവും. കാരണം എൻ്റെ ദൗത്യം വളരെ വലുതാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനം, അവരെ ഞാൻ ഭരിക്കണം. അവർ അസംഖ്യമാണ്. അതിനെനിക്ക് ആവശ്യമായിട്ടുള്ളത് ജ്ഞാനവും വിവേകവും. എത്ര കുടുംബനാഥന്മാർ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്ന് ഞാൻ ചെയ്യുന്ന സകല കാര്യങ്ങളും അങ്ങേക്ക് പ്രീതികരണമാകണം. എൻ്റെ കുടുംബത്തിന് നന്മ വരുത്തണം, മറ്റുള്ളവർക്ക് നന്മ വരണം. അങ്ങനെ പെരുമാറേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടാവും? നമ്മൾ വേണേ മക്കളുടെ വിദ്യാഭ്യാസ കാര്യം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറി വന്നേക്കാം. സോളമൻ പറഞ്ഞൊരു കാര്യം, എനിക്കിത് മാത്രം മതി, ജ്ഞാനവും വിവേകവും. ദൈവം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, കൊള്ളാം, നീ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. അതിൻ്റെ അളവ് നിൻ്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ ആർക്കും ഇല്ലാത്ത അളവ്. ഇതിൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത്, ചോദിക്കേണ്ടത് ചോദിച്ചാൽ കാലതാമസമൊന്നും വരത്തില്ല. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ഉടനെ അതിന് മറുപടി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇതുവരെ നടന്നിട്ടില്ല? കാരണം നമ്മുടെ ചോദിക്കേണ്ടത് പോലെയാണോ ചോദിക്കുന്നത്, പ്രാർത്ഥിക്കേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവം പറഞ്ഞൊരു കാര്യം, നീ ചോദിക്കാത്തതും ഞാൻ നിനക്ക് തരികയാണ്. നീ സമ്പത്തിന് വേണ്ടിയൊന്നും ചോദിച്ചില്ലല്ലോ,
എങ്കിലും ഞാൻ നിനക്ക് അളവറ്റ സമ്പത്ത് തരുന്നു. സോളമനെ പോലെ സമ്പന്നനായിട്ട് ആരാണ് അവിടെ ഉണ്ടായിരുന്നത്? അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ആത്മീയ സമ്പത്തിനോ ലൗകിക സമ്പത്തിനോ ഒരു കുറവും വരില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയിൽ നമ്മൾ വിശുദ്ധ ബ്ലെയ്സിനെ പ്രത്യേകം അനുസ്മരിക്കുന്നു. അദ്ദേഹം ആത്മീയ സമ്പത്ത് കരസ്ഥമാക്കിയത് കൊണ്ട് വിശ്വാസം നിലനിർത്തേണ്ടതിന് വേണ്ടി അതിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ വ്യക്തി, രക്തസാക്ഷിയായ വ്യക്തി. ഇനി അതും അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വന്ന സഹനങ്ങൾ ചെറുതൊന്നുമല്ല. വിശ്വാസം ത്യജിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ, അതിനെന്നെ കിട്ടുന്നില്ല. നമ്മളൊക്കെ കാര്യം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സമ്പത്തുണ്ടാകാൻ വേണ്ടി, ഈ ലോക ജീവിതം കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടി ഏത് വഴിക്ക് പോകാൻ ആര് പറഞ്ഞാലും അതൊന്നാ ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ വിശുദ്ധൻ്റെ അടുത്ത് നിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ നീ ഈ പറയണത് ചെയ്തോളാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, നോ, അത് ഞാൻ ചെയ്യില്ല. കാരണം അത് വിശ്വാസം ത്യജിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വേണ്ടത് എൻ്റെ വിശ്വാസം, അതാണ് എൻ്റെ സമ്പത്ത്. അത് ജീവിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകണം എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ബ്ലെയ്സ്. അദ്ദേഹം ഇങ്ങനെ കൊലക്കളത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും ഒരാൾ വന്ന് എൻ്റെ കൊച്ചിൻ്റെ തൊണ്ടയിൽ മീൻ്റെ മുള്ള് ഉടക്കിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അസ്വാസ്ഥ്യം അനുഭവിച്ചിരുന്ന ആ കുഞ്ഞിന് പൊടുന്നതിന് സൗഖ്യമുണ്ടായി. അതുകൊണ്ടാണ് ഇന്നും അമേരിക്കയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ചെയ്യുന്നൊരു കാര്യം, വിശുദ്ധ ബ്ലെയ്സിൻ്റെ ഈ ഓർമ്മ ദിവസം അവർ വരും ഒരു പ്രാർത്ഥന സ്വീകരിക്കാൻ. അപ്പോൾ 2 മെഴുകുതിരി എടുത്ത് അവരുടെ കഴുത്തിന് വിലങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കും. കാരണം തൊണ്ടയുടെ അസുഖങ്ങളുണ്ടെങ്കിൽ അത് സുഖപ്പെടാൻ വേണ്ടി. ഇനി ഇങ്ങനെ ഒരു വരം കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം, കറതേർന്ന ക്രിസ്തീയ ജീവിതം, സഹനത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ബ്ലെയ്സ്. അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ടടിച്ചു. വിശ്വാസം ത്യജിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ചമ്മട്ടി കൊണ്ടടിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ശരീരത്തിൽ നിന്നും മാംസം ഈ കൊളുത്തിട്ട് പറിച്ചിടും. അതും പോരാഞ്ഞിട്ട് ഇരുമ്പ് പലക ചൂടാക്കി അദ്ദേഹത്തിൻ്റെ വയറെ വെച്ച് പൊള്ളിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് അവൻ അദ്ദേഹത്തിൻ്റെ തല വെട്ടി മാറ്റി. ചെറിയ സഹനമൊന്നും അല്ല ഈ വിശുദ്ധൻ ഏറ്റെടുത്തത് എന്ന് നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല ആത്മീയ സമ്പത്ത് വേണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമ്പത്തിന് വേണ്ടി, ലൗകിക സമ്പത്ത് ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ലോക ജീവിതം മുഴുവൻ കാശിന് വേണ്ടി ജീവിക്കുക, കാശെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. പണം നമ്മൾ ചോദിക്കാതെ വരുന്നതാണ്. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ചോദിച്ചു വാങ്ങിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. 1 കൊറിന്തോസ് 14-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. അത് ആത്മീയ കാര്യങ്ങൾ, ആത്മീയ സമ്പത്താണ്. അതിനുവേണ്ടി രാവും പകലും നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി മത്തായി 6:33 പറഞ്ഞിട്ടുണ്ട്, നീ ചോദിക്കാതെ തന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്ത് തരാം. ദൈവരാജ്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ഉന്നതമായ ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ നിനക്ക് വേണ്ടതല്ല, വേണ്ടതിനേക്കാൾ കൂടുതൽ സമ്പത്ത് ദൈവം നിനക്ക് തന്നിരിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നിറവേറണമെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടൊരു കാര്യം, നമ്മൾ കുറേ ഓടി നടന്നാൽ പോരാ, ലോകത്തിൻ്റെതായ കുറേ കാര്യങ്ങളിൽ വ്യാപരിച്ചാൽ പോരാ. നമ്മൾ കാണുകയാണ്, ശിഷ്യന്മാരങ്ങനെ ചെയ്തപ്പോൾ ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, വരിക, നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം. ഈ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് വേറെ ഒന്നും ചെയ്യാനില്ലാത്തവർക്കുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. എനിക്കിഷ്ടം പോലെ ജോലി ചെയ്യാനുണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്, എന്നിൽ ആശ്രയിക്കുന്നവരുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല എന്ന് പറയുന്നത് ക്രിസ്തീയ കാഴ്ചപ്പാടല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചതും നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പ്രവർത്തിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ പോകേണ്ടതാണ്. ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാർക്ക് പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അവരോട് പറഞ്ഞു, വരിക, വിജന സ്ഥലത്തേക്ക് പോകാം, അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നാണ് പറഞ്ഞത്. ഇനി അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ശരിക്കും പ്രാർത്ഥനാ ജീവിതമാണ്.
ക്രിസ്ത്യാനികൾക്ക് റെസ്റ്റ് ഉണ്ടാകേണ്ടത് പ്രാർത്ഥിക്കുന്നതിലൂടെയാണ്. അല്ലാതെ നമ്മൾ കട്ടിലെ പൊതച്ചു മൂടി കിടന്നു കഴിഞ്ഞാൽ അതാണ് റെസ്റ്റ് എന്ന് തോന്നിയേക്കാം. ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ 2 ദിവസം അവധി കിട്ടിയെങ്കിൽ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരും, നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ റെസ്റ്റ് എന്ന് പറയുന്നത്, വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. അത് പണിതുയർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് ലഭിക്കും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായി ഈ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിട്ട് അനുദിനം അത് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമാകും. അതിനുവേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.